ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പരിചയപ്പെടുത്തുന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായിട്ടുള്ള ഗീതു മൊപ്പസാനിനെയാണ്. ഫ്രഞ്ച് സാഹിത്യത്തെ ലോകസാഹിത്യത്തിൻ്റെ നെറുകയിൽ കൊണ്ടുചെന്നെത്തിച്ച മഹാനായ ഒരു എഴുത്തുകാരനാണ് ഗീതു മൊപ്പസാനി. അദ്ദേഹം 300ഓളം ചെറുകഥകൾ രചിച്ചു, 6 നോവലുകൾ എഴുതി, 3 സഞ്ചാര സാഹിത്യ കൃതികളും രചിക്കുകയുണ്ടായി. ചെറുകഥയുടെ അപ്പോസ്തലൻ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ കഥകൾ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ വരച്ചു കാട്ടുന്നതായിരുന്നു. മനുഷ്യ മനസ്സുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും മനുഷ്യൻ്റെ പരിമിതികളും നിസ്സഹായതകളും വരച്ചു കാട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ രചന. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് ദ കൺഫെഷൻ, അതായത് കുംഭസാരം. കഥാനായകൻ ദലിൻ എന്നു പേരായ ഒരു വിവാഹിതനാണ്. അദ്ദേഹം പ്രഭു കുടുംബത്തിൽപ്പെട്ട ആളാണ്. പത്രപ്രവർത്തനം തൊഴിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുന്ദരിയും സൗമ്യശീലയുമാണ്. അവൾ ദിലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയുണ്ടായി. ഇദ്ദേഹം കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു ഭൗതിക വാദത്തിൻ്റെ ഉടമ കൂടിയാണ്. അദ്ദേഹം ഒരു ദിവസം നടന്നു പോകുമ്പോൾ 2 പെൺകുട്ടികൾ നേരെ വരുന്നതുകൊണ്ട് അവരെ തൻ്റെ വരുതിയിലാക്കാൻ വേണ്ടി അവരോടുകൂടി സംസാരിക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടികൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ തന്ത്രപൂർവ്വം ഒരു കുമ്പസാരക്കൂട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. കുമ്പസാരക്കൂട്, പള്ളിയുടെ തൊട്ടടുത്തുള്ള പള്ളിയുടെ കുമ്പസാരക്കൂട്ടിൽ. അദ്ദേഹം അവിടെ ചെന്ന് കുടുങ്ങിപ്പോയപ്പോഴാണ് അറിയുന്നത് തന്നെ പറ്റിച്ചു എന്ന്. നിമിഷം വാചാലമാകുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ സാരി തുമ്പെടുത്ത് തലയിൽ ചാർത്തി അവിടെ വരികയാണ് കുമ്പസാരിക്കാൻ. അവരവിടെ വന്നു. ദിലിൻ്റെ ഭാര്യ അവിടെ വന്നു കുമ്പസാരിക്കുക. അവൾ താൻ തെറ്റ് ചെയ്ത ആ തെറ്റാണ് അവിടെ കുമ്പസാരത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് താൻ പ്രണയത്തിലായിരുന്നെന്നും ജീവിത പങ്കാളിയെപ്പോലെ കഴിഞ്ഞുവെന്നും ആ പാപമോചനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് കുമ്പസാരിക്കുന്നതെന്നും പറയുകയാണ്. അപ്പോഴാണ് ദലിൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുന്നത്. മുഖത്തേക്ക് നോക്കുമ്പോൾ ആരാണ്? തൻ്റെ സഹധർമ്മിണിയാണ്. ഞെട്ടിപ്പോയി. വികാര തീവ്രമായിട്ടുള്ള ഇതുപോലുള്ള കഥകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇതാണ് മൊപ്പസാൻ എന്ന എഴുത്തുകാരൻ്റെ ശൈലി. നന്ദി, നമസ്കാരം.